നമോ ഭഗവതേ വാസുദേവായ. ശ്രീമന്നാരായണീയം ദശകം 68. ഗോപികളുടെ പരമാഹ്ലാദം. തവ വിലോകനാത് ഗോപികാ ജനാ പ്രമദസങ്കുലാ പങ്കജേക്ഷണ അമൃതധാരയാ സംപ്ലുതാ ഇവ സ്ഥിമിതതാം ദദോസ്ത്വത്പുരോഗതാ തദനു കാചന ത്വത്കരാംബുജം സപതി ഗൃഹ്ണതി നിർവിശങ്കിതാ ഘനപയോധരേ സന്നിധായ സാ പുളകസംവൃതാ തസ്തുഷീചിരം തവ വിഭോ പരാ കോമളം ഭുജം നിജഗളാന്തരേ പര്യവേഷ്ടയത് ഗളസമുദ്ഗതം പ്രാണമാരുതം പ്രതിനിരുന്ധ്യതി വാദിഹർഷുലാ അപഗതത്രപാ കാപി കാമിനി തവ മുഖാംബുജാത് പൂഗചർവിതം പ്രതിഗൃഹ്യതത് വക്ത്രപങ്കജേ നിദധതി ഗതാ പൂർണ്ണകാമതാ വികരുണോ വനേ സംവിഹായ മാമപഗതോസികാ ത്വാമിഹ സ്പൃശേത് ഇതി സരോഷയാ താവദേകയാ സജലലോചനം വീക്ഷിതോ ഭവാൻ. അവ വിലോകനാത് ഗോപികാ ജനാഃ പ്രമദസങ്കുലാഃ പങ്കജേക്ഷണ അമൃതധാരയാ സംപ്ലുതാ ഇവ സ്ഥിമിതതാം ദധുഃ ത്വത് പുരോഗതാഃ തദനു കാചന ത്വത് കരാംബുജം സപതി ഗൃഹ്ണതി നിർവിശങ്കിതം ഘനപയോധരേ സന്നിധായ സാ പുളകസംവൃതാ തസ്തുഷീചിരം തവ വിഭോ അപരാ കോമളം ഭുജം നിജഗള അന്തരേ പര്യവേഷ്ടയത് ഗളസമുദ്ഗതം പ്രാണമാരുതം പ്രതിനിരുന്ധതി ഇവ അതിഹർഷുല അപഗതത്രപാ കാപി കാമിനി തവ മുഖാംബുജാത് പൂഗചർവിതം പ്രതിഗൃഹ്യ തത് വക്ത്രപങ്കജേ നിദധതി ഗതാ പൂർണ്ണകാമതാം വികരുണഃ വനേ സംവിഹായ മാം അപഗതഃ അസി കാ ത്വാം ഇഹ സ്പൃശേത് ഇതി സരോഷയാ താവത് ഏകയാ സജലലോചനം വീക്ഷിതഃ ഭവാൻ. പദങ്ങൾ. ഹരേ കൃഷ്ണ. രാസപഞ്ചാധ്യായി എപ്പടി ഭാഗവതത്തിൽ 5 അധ്യായമാ ചൊല്ലിരിക്കാളോ അതേ മാതിരി 5 അധ്യായം 65 മുതൽ 69 വരെയുള്ള 5 അധ്യായങ്ങളിലെയാ ഇങ്ങ ഭട്ടതിരിയും രാസപഞ്ചാധ്യായി ചൊല്ലിരിക്കാർ. ഇവ 67வது ദശകത്തിൽ ഭഗവാന് തങ്ങളുടെ അപ്രത്യക്ഷமான ഭഗവാനെ പാക്ക മുടിയലേ വലി തവിച്ചതും എപ്പോൾ തവിച്ച് ശരണാഗതി പണ്ണിനാളോ ഭഗവാൻ മന്മഥനാ മന്ദഹാസിയ ജഗത്രയീ മോഹനാത്മാ ത്വാം പ്രാദുരാസീത് അവ മുന്നാടി വന്ന് നിന്നാർ. ഇനി അടുത്തത് 68 ഭഗവാൻ കൂടെ ഇവ എപ്പടി அந்த ராசம் மகாராசம் பண்ணினாங்கிறத காட்டுற. இந்த கோபிகா கீதம் மாதிரியே இங்கே இது
രാസ പഞ്ചാധ്യായിയിൽ ഇങ്ങ് ചൊല്ലറ നടുവിൽ കൃഷ്ണ ചേർത്ത് വേണ ചൊല്ലല അല്ലാതേക്ക് ഇപ്പം ചൊല്ലിരിക്ക്. പങ്കജേക്ഷണ ഹേ താമരക്കണ്ണ കൂപ്പിടുற ഒരു ഗോപസ്ത്രീ വന്ന് എന്നിട്ട് ചൊല്ലറ തവ വിലോകനാഥ പ്രമദ സങ്കുലാഹ അമൃതധാരയാ സംപ്ലുത ഇവ ത്വത്പുരോഗതാഹ സസ്മിതാം ദധുഹു. കൃഷ്ണരെ പാത്ത ഉടനെ പരമാനന്ദമാച്ചാം. എപ്പിടിന്നാ ഒരു തുള്ളി അമൃത് നമ്മൾക്ക് സേവിച്ചാനാന അമരത്വം കടയ്ക്കും ചൊല്ലറ. ഇങ്ക അമൃതം ധാരമാതിരി ഭഗവാനോടന്ത കടാക്ഷം அந்த വീക്ഷണത്തിൽ അമൃതധാര മാതിരി ഇരിക്കാം. അതിൽ താങ്കളെല്ലാവരും മുങ്ങി കുളിച്ച മാതിരിയാക്കും എங்களுக்கு ഇരിക്ക് അപ്പടിന്ന് ചൊല്ലി അവൾ ഇരിക്കുക അശങ്കായ്ക്ക് അങ്ങേ അപ്പടി നിൽക്കറാള്. ഇനി അടുത്ത ഒരു ഗോപസ്ത്രീ വന്നിട്ട് ഭഗവാനോട് താമരപ്പൂ മാതിരിയുള്ള കൈയെടുത്ത് അത് തന്മേലെ വെച്ചുക്കറാളാം. തന്മേലെ വെച്ചിട്ട് അവൾക്ക് അപ്പടിയേ മയിൽക്കൂച്ചാറതാം. രോമമെല്ലാം ഏണ്ടെന്ന് നിൽക്കറതാം. അപ്പടി പുളകം അവൾ അനുഭവിക്കറാം. അടുത്ത ശ്ലോകത്തിൽ എന്നെ ചൊല്ലറ ഹേ വിഭോ സർവശക്തനായ ഹേ ഗുരുവായൂരപ്പ ഇന്നൊരു ഗോപി എന്നെ പണിനാന്നാ கொஞ்ச நாழியா கிருஷ்ணர் தங்கள்கிட்டேருந்து மாறி போனாருங்கிற அந்த விரக துக்கம் இருந்தது இல்லையா, அந்த விரக துக்கம் തീരത്തുക്കാ വേണ്ടി കൃഷ്ണരോട് കൈയെടുത്തിട്ട് തന്നോട് കഴുത്തിൽ ചുറ്റിക്കറാളാം. കഴുത്തിൽ ചുറ്റി അവളോട് പ്രാണവായു ഇപ്പം നിന്നിടുമോ തോന്നറതാം. അന്ത അളവുക്ക് അവൾ കൈയെടുത്ത് തന്നോട് കഴുത്തിൽ ചുറ്റിക്കറാളാം. അടുത്ത ഒരു ഗോപി എന്നെ പണ്ടറാളെന്നാ അവൾക്ക് ലജ്ജയെ ഇല്ലയ അപഗതത്രപാ തുളികുടി ലജ്ജയില്ലാക്കി തവ മുഖാംബുജാത് പൂഗചർവിതം പ്രതിഗൃഹ്യ. ഭഗവാൻ വായിൽ വെത്തല താമ്പൂലം പൊട്ടുന്നിരിക്കാര അന്ത താമ്പൂലത്തെ തൻ കയ്യിൽ വാങ്ങിയത് അത് തന്നോട് വായിക്കുള്ള പൊട്ടുക്കിടാളാം. അതിൽ അവൾക്ക് ജന്മസാഫല്യമാണ്. ഇനി ഇന്നും ഗോപികമാരെന്നെ പണ്ടാളാം ത്വം വികരുണഃ വനേ മാം സംവിഹായ അപഗതഃ തുളികുടി ദയയില്ലാക്കി കരുണയില്ലാക്കി இந்த കാട്ടിൽ എങ്ങളെ തനിയാ വിട്ടിട്ട് ഇങ്ങനെ മറഞ്ഞു പോനായില്ല കൃഷ്ണ. ഇഹ കാത്വം സ്പൃശേത് ഇപ്പിടി ഇരിക്കപ്പെട്ടവന് ഏതാവ് സ്ത്രീകൾ തൊടുവാളാ ദയയില്ലാത്തവന് അപ്പിടിന്ന് ചൊല്ലിന്ത് ரொம்ப கோவமா சரோஷயா ஏகையா சஜலலோச்சனாம் ரொம்ப கோவத்தோடு பார்க்குறாளாம். கண்ணிலேந்து தாரதாரியா வரதாம் அவளுக்கு. இப்படி விட்டுட்டு போனாரே கிருஷ்ணருங்கிற அந்த கோவமாக ഒരുത്തി വന്ന് ഭഗവാനോട് എന്താ പാദപത്മത്തെ കൈ തൊഴറാളാം. പാദത്തെ തൊട്ട് വെച്ചിക്കറാളാം. ഇന്നൊരു ഗോപി വന്നിട്ട് ഭഗവാനോട് മേലെല്ലാം ചന്ദനം പൂശി കൊടുക്കറാളാം. അത് കഴിഞ്ഞിട്ട് ചന്ദനത്തെ തന്നോട് മേലെയും പൂശിക്കറാളാം. ഇന്നൊരു ഗോപി വന്നിട്ട് താമ്പൂലത്തെ എടുത്ത് ഭഗവാനക്ക് കൊടുത്തിട്ട് തന്നോട് കണ്ണിൽ ഒത്തിക്കറാളാം. എന്നിട്ട് ഭഗവാന് കൊടുക്കറാളാം. ഇന്നൊരു ഗോപി വന്ന് ഭഗവാനോട് പാദപത്മത്തെ ഇപ്പടിയെ പിടിച്ച് തന്നോട് തലയ്ക്ക് മേലെ വെച്ചിക്കറാളാം. തന്നോട് മേലെല്ലാം വെച്ചിക്കറാളാം. ഇന്നൊരുത്തി പുരുകമെല്ലാം വളച്ച് ரொம்ப കോപത്തോടെ ചുണ്ടെല്ലാം കടിച്ച് പിടിച്ച് വിട്ടിട്ട് പോനായില്ല അപ്പടിന്ന് ഭഗവാന് ரொம்ப കോപത്തോടെ പാക്കറാളാം. ഓരോരുത്താളും എപ്പടി அந்த கிருஷ்ணரை பார்க்குறாங்கிறது அவளோடு எப்படி தங்களோட பிரேமைய ഭഗവാന്റെ കാട്ടുക ഇതാക്കും இந்த 5 ശ്ലോകത്തിൽ വന്നിരിക്കും. ഹരേ കൃഷ്ണ.